ഫോറിൻ മേഴ്സണറീസ് താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ റഷ്യ അവരുടെ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പൊ പല മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, നോർവേയിലുള്ള ചില മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സ് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു. റഷ്യക്കെതിരെ ഉക്രൈൻ സെറ്റ് ചെയ്യുന്ന ട്രാപ്പും കേഴ്സ് പ്രദേശത്ത് മുന്നേറി പോകുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവരായിരുന്നു സഹായിച്ചത്. ഇവർ അവിടെ ഉണ്ട് എന്നുള്ള വിവരം റഷ്യക്ക് ലഭിച്ചതിന് ശേഷം നേരിട്ട് ഉക്രൈന് ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ചലഞ്ച് കൊടുക്കുന്ന രീതിയിൽ നേരിട്ട് Su-57, Tu-95 ബോംബേഴ്സ്, Tu-22 എയർക്രാഫ്റ്റ് എല്ലാം ചേർന്ന് അവിടെ ഒരു വലിയ അറ്റാക്ക് നടത്തിയതായി വാർത്തകൾ പുറത്തുവരുന്നു. അതും Su-57 ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേഷൻസ് അധികം നടക്കുന്ന പ്രദേശങ്ങൾക്കുള്ളിൽ തന്നെ നുഴഞ്ഞ് ഈ ഒരു എയറിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കയിൽ നിന്നും ഇന്നുവരെയും ഉക്രൈന് വരുന്ന സഹായം അല്ലെങ്കിൽ ഉക്രൈന് ഇന്നുവരെയും എത്രത്തോളം പണസഹായം നൽകിയിട്ടുണ്ട്, ഈ ഒരു കണക്കെടുത്ത് നോക്കിയാൽ 200 ബില്യണിലും അധികമാണ്. ഇത് അമേരിക്കയുടെ കണക്കാണ്. എന്നാൽ ഒരു വ്യക്തി ഇത് നിഷേധിച്ചു. ഈ നിഷേധിച്ച വ്യക്തി മറ്റാരും അല്ല, ഉക്രൈന്റെ പ്രസിഡന്റായ സെലൻസ്കിയാണ്. സെലൻസ്കി ഇന്നലെ ഒരു വാർത്ത പറഞ്ഞു, $200 ബില്യൺ സഹായം അമേരിക്കയിൽ നിന്നും ഉക്രൈനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും സത്യമേ അല്ല. 75 ബില്യൺ മാത്രമാണ്, വെറും 75 ബില്യൺ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതായത് അവർ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തത്, അത് അമേരിക്കയുടെ പക്കൽ നിന്ന് നേരിട്ടും ആയുധങ്ങൾ വഴിയും വരുന്ന സഹായം 177 ബില്യൺ ആയിരുന്നു. എന്നാൽ അതിൽ പോലും ഞങ്ങൾക്ക് വെറും 75 ബില്യൺ മാത്രമാണ് ഇതുവരെയും സഹായമായി ലഭിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ള ചില കള്ളക്കണക്കുകൾ അമേരിക്കയുടെ അധികാരികൾ കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് അമേരിക്കൻ ഒഫീഷ്യൽസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ കൂട്ടിക്കാണിക്കുന്ന കണക്കുകളൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും എത്തിയിട്ടേ ഇല്ല എന്ന് ഒരു വാർത്ത പറഞ്ഞു. സത്യത്തിൽ ഈ പറയുന്ന 75 ബില്യൺ തന്നെ എത്ര വലിയ എമൗണ്ട് ആണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ ഒരു വർഷത്തെ ഡിഫൻസ് ബഡ്ജറ്റ് തന്നെ വരും. അത്രത്തോളം നൽകിയ പണം പോലും സെലൻസ്കിക്ക് തികഞ്ഞില്ല. കൂടാതെ 177 ബില്യൺ പ്രോമിസ് ചെയ്തിരുന്നു, വെറും 75 മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ 200-ലധികം ലഭിച്ചു എന്നൊക്കെ നിങ്ങൾ കള്ളക്കണക്കം കാണിക്കുന്നു എന്ന് പറഞ്ഞ് സെലൻസ്കി ദേഷ്യപ്പെടുന്നുമുണ്ട്. ഇത് കാരണം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ലോസസ്, യൂറോപ്യൻ യൂണിയനിൽ ഇത് കാരണം ഉണ്ടാകുന്ന ലോസസ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഒരു എസ്റ്റിമേഷനിൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഒരു കാൽക്കുലേഷൻ പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം അമേരിക്കയ്ക്ക് മാത്രം സംഭവിച്ച നഷ്ടം പറഞ്ഞു വന്നാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം അമേരിക്കയിൽ മാത്രം അല്ലെങ്കിൽ നാറ്റോ മെമ്പേഴ്സിന്റെ വരുമാനത്തിൽ മാത്രം 800 ബില്യണിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വാണിജ്യം വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നതിനും അപ്പുറം വളരെ കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന ഗ്യാസസ് അവസാനിപ്പിച്ചതിലൂടെയും ഉക്രൈൻ ഇവർ സഹായിക്കുന്നത് കാരണം ഇവരുടെ സൈന്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇവയെല്ലാം ചേർത്ത് വെച്ച് വലിയൊരു നഷ്ടം തന്നെ അവർക്ക് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം സംഭവിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, 800 ബില്യൺ ആണ്. ഇത്രയും വലിയ നഷ്ടം ഈ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായപ്പോൾ ഉക്രൈന് എന്ത് നഷ്ടമാണ് സംഭവിച്ചത്? പക്ഷെ ഇപ്പോഴും സെലൻസ്കി അവരുടെ പരാജയം അംഗീകരിക്കുന്നതേയില്ല. തീർച്ചയായും പുടിൻ വിജയിക്കില്ല. പുടിന്റെ സൈനികർ എങ്ങനെയെങ്കിലും റഷ്യയെ ജയിപ്പിക്കാനായി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ സ്വപ്നം ഒരിക്കലും നിറവേറില്ല. തീർച്ചയായും ഈ യുദ്ധത്തിൽ ഉക്രൈൻ തന്നെ വിജയിക്കും. ഇങ്ങനെ വളരെ അടിയുറച്ചു തന്നെ സെലൻസ്കി വിശ്വസിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതിൽ പോലും അത്ഭുതം തോന്നുന്നില്ല. എന്നാൽ ഇവർ ആരെ വിശ്വസിച്ചാണോ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്, അവർ പോലും ഇപ്പൊ ഇവരെ അത്രത്തോളം ഒന്നും സഹായിക്കുന്നില്ല. തീർച്ചയായും അമേരിക്കയുടെ പക്കൽ നിന്നും സെലൻസ്കിക്ക് വലിയ സപ്പോർട്ടൊന്നും ലഭിക്കില്ല. അമേരിക്ക എന്നാണോ ഇവരിലേക്ക് പോകുന്ന മുഴുവൻ സഹായവും അവസാനിപ്പിക്കുന്നത്, അന്ന് സെലൻസ്കിയുടെ സംസാരം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. കാരണം ഇത്രയും ദിവസം കൂടുതൽ സഹായം വന്നതും അമേരിക്കയുടെ പക്കൽ നിന്നാണ്. എന്നാൽ അവർ തന്നെ ഇപ്പൊ പറയുന്നത് ഇത് യൂറോപ്പിന്റെ പ്രശ്നമാണ്, ഇതിൽ എന്തുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ തലയിടണം? റഷ്യൻ പ്രസിഡന്റിനും ഉക്രൈൻ പ്രസിഡന്റിനും ഇടയിൽ നടക്കുന്ന പേഴ്സണൽ പ്രശ്നമാണ് ഇത്, അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നമാണ്. അങ്ങനെയുള്ള പ്രശ്നത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇത്രയേറെ പണം ചിലവാക്കണമെന്ന് ഇതിനകം തന്നെ അമേരിക്ക പറഞ്ഞ് പിൻവാങ്ങി. യൂറോപ്യൻ യൂണിയൻ തീർച്ചയായും ഉക്രൈനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അത്രത്തോളമുള്ള ആവശ്യങ്ങളാണ് സെലൻസ്കിയും ഉന്നയിക്കുന്നത്. ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ തീർച്ചയായും സെലൻസ്കി എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയായിരിക്കും ഓരോ സഹായം ചോദിക്കേണ്ടി വരിക. അത്രത്തോളം ഓരോ ദിവസവും സെലൻസ്കിയുടെ നിലപാടുകളും സംസാരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ബ്രിസ്റ്റോൺ ഹോട്ടൽ, ഒഡീസയിലുള്ള വളരെ എലൈറ്റ് ആയ ഹോട്ടൽ, ഈ ഹോട്ടലിൽ ഇന്നലെ റഷ്യയുടെ എയർ സ്ട്രൈക്ക് നടത്തി. ഇതിൽ ഫോറിൻ മേഴ്സണറീസ് കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. റഷ്യ ഇതിൽ 30-ലധികം മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 10-ലധികം ഈ KH-59 അല്ലെങ്കിൽ 69 ഈ ഒരു മിസൈൽസ് ആണ്. ഇതെല്ലാം ഉപയോഗിച്ചത് Su-57 ആണ്. എന്നാൽ ഇതുമായി പാരലായി മറ്റൊരു കാര്യവും സംഭവിച്ചിട്ടുണ്ട്.
കാർഖീവിൽ ഓപ്പറേറ്റബിൾ ആയിരുന്ന ഒരേ ഒരു തെർമൽ പവർ സ്റ്റേഷനും ഇത് KH-59 മിസൈൽസ് കാരണം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പോൾട്ടോവ പ്രദേശത്തുണ്ടായിരുന്ന അടുത്ത ഒരു വൈദ്യുത നിലയവും ഇതേപോലെ ഒരു സ്ട്രൈക്കിൽ നശിപ്പിച്ചു. അപ്പോൾ ഇവിടെ Su-57 എന്നത് ഇൻഡിവിജ്വലായി ഈ ഏതൊരു മിഷൻസിൽ ഉപയോഗിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് Tu-95 ബോംബേഴ്സും Tu-22 ചേർന്ന് ഉക്രൈന്റെ മുഴുവൻ ശ്രദ്ധയെയും ദിശ തിരിപ്പിച്ചു. കാരണം അതിൽ നിന്ന് ഒരുപാട് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ് ഉക്രൈനെതിരെ റഷ്യ കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ അവിടെ ഉക്രൈന്റെ ശ്രദ്ധയെ മുഴുവനായും ഡൈവേർട്ട് ചെയ്തിട്ട് ഒഡേസ പ്രദേശത്ത് നേരിട്ട് Su-57 സ്ട്രൈക്ക് ചെയ്തു. അതും ഈ ഹോട്ടലിൽ 2 KH-59 മിസൈൽസ് വന്ന് വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള ഇമേജസ് കണ്ടാൽ തന്നെ മനസ്സിലാകും സാധാരണ ഒരു ഡ്രോൺ സ്ട്രൈക്ക് കാരണം ഉണ്ടായ പ്രശ്നമേ അല്ല എന്ന്. ഒരു മിസൈൽ നേരിട്ട് അവിടെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അത്രത്തോളം കാര്യമായ നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മരിച്ചവർ ആരൊക്കെയാണ്? ഫോറിൻ മെർസണറീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത് ഇല്ല, അങ്ങനെ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്താണ് റഷ്യ അവിടെ ആക്രമണം നടത്തിയത് എന്നുള്ള വാർത്തകൾ പറയുന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കിയാൽ ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത് വെറും കള്ളം മാത്രമാണ്. അതിന് കാരണം നോർവേയിലുള്ള ചില സൈനിക ഇൻസ്ട്രക്ടേഴ്സ് ഈ ഒരു ഹോട്ടൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതും 1-2 അല്ല, 20-ലധികം പേർ താമസിച്ചിരുന്നു. ഇതിൽ ചിലർ ഉക്രൈൻ ആവശ്യമായ സഹായങ്ങളും കേർസ്കിൽ ഉക്രൈൻ മുന്നേറാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നവരുമാണ്. ഇവർക്കെല്ലാം ശരിയായ ഒരു പാഠം നൽകണം. കേഴ്സ് പ്രദേശത്ത് ആരെല്ലാം കാരണമാണോ റഷ്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കെല്ലാം നല്ലൊരു തിരിച്ചടി നൽകണമെന്നതിനു വേണ്ടി Su-57 ഉപയോഗിച്ച് റഷ്യ അവിടെ ഒരു സ്ട്രൈക്ക് നടത്തി. ഇതിൽ Su-57 ആണ് ഉപയോഗിച്ചത് എന്ന് ഞാൻ പറയാൻ കാരണം ഈ എക്സ്റ്റൻഡഡ് റേഞ്ച് മിസൈൽസ് അതും KH-59 സംബന്ധിച്ച് Su-57 ആർസണലിൽ ഇതാണ് പ്രധാനപ്പെട്ട വെപ്പൺ. Su-57 അകത്തേക്ക് വന്നാൽ ഈ മിസൈൽ മാത്രമേ വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ ഒരു സ്ഥലത്ത് സ്ട്രൈക്ക് നടത്തിയാൽ തീർച്ചയായും അവിടെ Su-57 ഉണ്ടായിരുന്നിരിക്കും. ഇങ്ങനെ Su-57 ഓരോ തവണ തിരിക്കുന്നതിന് മുൻപും ഇങ്ങനെയുള്ള ബോംബേഴ്സും അതിന്റെ കൂടെ തന്നെ മിഗ് സീരീസ് വിമാനങ്ങളും ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഡീവിയേറ്റ് ചെയ്യുന്നതിനും അകത്തേക്ക് Su-57 പോകുന്ന ആ ഒരു മിഷൻ അവസാനിപ്പിക്കുന്നതിനെ സഹായിക്കാൻ വേണ്ടിയും ഒരു മൾട്ടി ഫ്രണ്ട് അറ്റാക്ക് തന്നെ അവർ നടത്തും. എന്നാൽ ഉക്രൈന് ഇതിന് ലഭിക്കുന്ന സമയം വളരെ അധികമായിരിക്കും. അരമണിക്കൂറിലധികം തന്നെ അവർക്ക് ലഭിക്കും. അതും ഈ ബോംബേഴ്സിന്റെ ഫ്ലൈറ്റ് പാത്ത് എവിടെയാണ് അത് കണ്ടുപിടിക്കുകയും ഉക്രൈനിൽ ഒരു എയർ റെയ്ഡ് അലാറം മുഴങ്ങുകയും ചെയ്യും. ഈ സംഭവത്തിൽ 9 മിനിറ്റുകൾക്ക് മുൻപ് ഉക്രൈനിൽ ഒരു എയർ റെയ്ഡ് അലാറം മുഴങ്ങി. അടുത്ത 10ാമത്തെ മിനിറ്റിൽ തന്നെ അവിടെ ഒരു മിസൈൽ ആക്രമണം നടന്നു. അപ്പോൾ റഷ്യയുടെ ഈ ഒരു മിസൈൽ തീർച്ചയായും ക്രീമിയൻ പെനിൻസുലയെ കഴിഞ്ഞ് ലോഞ്ച് ചെയ്താൽ മാത്രമേ ഇത്രത്തോളം ഷോർട്ടസ്റ്റ് ടൈമിൽ ഈ ഒരു ആക്രമണം നടത്താൻ സാധിക്കൂ. അതും 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രദേശത്തിൽ ഇമ്പാക്ട് നടത്തിയിരിക്കാൻ സാധിക്കൂ. അതിന് Su-57 തീർച്ചയായും അകത്തേക്ക് വന്നിട്ടുണ്ടാകണം. ഇതുകൂടാതെ മറ്റൊരു ചാൻസും അവിടെയുണ്ട്. ആ മിസൈലിന്റെ സ്റ്റെൽത്ത് ഫീച്ചർ കാരണം അത് റേഡാറുകളിൽ അകപ്പെട്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഇതിനു മുൻപ് KH-59 സീരീസിലുള്ള മിസൈൽസ് ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർക്ക് റേഡാർ ഇൻപുട്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ മിസൈൽ എത്ര തന്നെ സ്റ്റെൽത്ത് ആണെങ്കിലും ഉക്രൈൻ ഇതിനു മുൻപ് കണ്ടുപിടിച്ചതിനെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഉക്രൈന് ഒരു എയർ റെയ്ഡ് അലാറം കൊടുത്തതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം. ആ മിസൈലിനെ ചുമന്നുകൊണ്ടുവന്ന വിമാനം വളരെ അടുത്തേക്ക് വന്നാണ് ഈ ഒരു ആക്രമണം നടത്തിക്കൊണ്ടുപോയത്. അപ്പോ ഇതിൽ Su-57 റഷ്യ ഉപയോഗിച്ചതിൽ മോസ്റ്റ് അഗ്രസർ മാനറായി മാറിയിട്ടുണ്ട് എന്ന് റൊമാനിയയുടെ മീഡിയ പബ്ലിക്കേഷൻസ് തന്നെ പറഞ്ഞു. പ്രധാനമായും സൈനികം സംബന്ധിക്കുന്ന വാർത്ത പുറത്തുവിടുന്നവർ ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ Su-57 നേരിട്ട് അവിടെ ഉക്രൈന് ഒരു ചലഞ്ച് നൽകിയത് മാത്രമല്ല, എനിക്ക് ഇങ്ങനെ ഉക്രൈന്റെ പ്രദേശങ്ങൾക്കുള്ളിൽ തന്നെ അതും ഡിസിഷൻ മേക്കിംഗ് സെന്റേഴ്സിനെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.